അതാ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് 10-ാം തീയതി വരാൻ വേണ്ടി പോവുകയാണ്. അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. നമ്പർ 1, എങ്ങനെയാ നോക്കാന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാം, HS CAP കയറുന്നു, നിങ്ങളുടെ ക്യാൻഡിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയോ അല്ലേ. സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട, കിട്ടിയവരും കിട്ടാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട പരിപാടി, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ കിട്ടിയായിരിക്കാം. നിങ്ങൾ കിട്ടിയ സ്കൂൾ ശ്രദ്ധിക്കണേ, 1, 2, 3, 4. നിങ്ങൾ കിട്ടിയ സ്കൂൾ 4ാമത്തെ സ്കൂളാണ് നിങ്ങൾ കിട്ടിയത്. നിങ്ങൾ 4ാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എന്താ, നിങ്ങൾക്ക് 3, 1, 2, 3 അല്ലെ, 3 ഹയർ ഓപ്ഷൻസ് മേലെ കിടക്കും. നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ താൽക്കാലികമായിട്ടായിരിക്കും ഈ സ്കൂൾ 4ാമത്തെ സ്കൂൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹയർ ഓപ്ഷൻ 3ലോ അല്ലെങ്കിൽ 2ലയോ 1ലയോ സ്കൂൾ കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ കിട്ടിയ സ്കൂൾ 1ാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെയാണ് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയെങ്കിൽ പിന്നെ വേറെ പരിപാടി ഒന്നുമില്ല. ഡയറക്റ്റ് പരിപാടി, നേരെ പോവുക. എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ എന്തൊക്കെയാണോ 4ാമത്തെ സ്കൂളിൽ താൽക്കാലികമായി നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ കൊടുത്ത ഡോക്യുമെന്റ്സ് മുഴുവൻ അവിടെ നിങ്ങൾ കളക്ട് ചെയ്യുക, നേരെ പോവുക, പെർമനന്റ് ആയിട്ട് അവിടെ ജോയിൻ ചെയ്യുക. ആ ഫസ്റ്റ് ഓപ്ഷനിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, അവിടെ പെർമനന്റ് ആയി ജോയിൻ ചെയ്യാന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും നിങ്ങൾക്കില്ല. നേരെ പോവുക, അവിടെ ജോയിൻ ചെയ്യുക. ഇനി അടുത്തത് 2ാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾ. ഇനി നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടിയത് 3ാമത്തെ ഓപ്ഷനാണ് സ്കൂളിൽ കിട്ടിയത്. ഇവിടെ ഈ പറഞ്ഞ 3ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, അതായത് 4അല്ല 3ാമത്തെ കിട്ടി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ 4ാമത്തെ സ്കൂളിൽ പോവുക. നിങ്ങൾ എന്തൊക്കെയാണോ താൽക്കാലികമായി കൊടുക്കാൻ വേണ്ടി അവിടെ കൊടുത്ത മുഴുവൻ ഡോക്യുമെന്റ്സും തിരിച്ചു വാങ്ങുക. 3ാമത്തെ സ്കൂളിൽ പോകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്താണ് നിഹാൽ സാറേ അവിടെ ടെമ്പററി ആയി ജോയിൻ ചെയ്യാൻ പറയാൻ കാരണം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഇനി മേലെ കാത്തിരിക്കുന്നുണ്ട്. 2ാമത്തെയും 1ാമത്തെ ഓപ്ഷൻ മുകളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ താൽക്കാലികമായി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ 1ാമത്തെയും 2ാമത്തെയും സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. സീറ്റ് ഒഴിവുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രം നിങ്ങൾ ഇവിടെ താൽക്കാലികമാണോ അല്ലെങ്കിൽ പെർമനന്റ് ആണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് സംഭവത്തിലേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ ഇല്ലെങ്കിൽ ഈ സ്കൂൾ നമ്മൾ പെർമനന്റ് ജോയിൻ ചെയ്യാം, താൽക്കാലികമായി ജോയിൻ ചെയ്ത് എന്തിനു വേണ്ടി നമ്മൾ ജോയിൻ ചെയ്യുന്നത്, കാരണം ഇവിടെ 2 സ്കൂൾ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ സ്കൂളിന്റെ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ആ സ്കൂളിന്റെ നിങ്ങളുടെ റാങ്ക് ഒക്കെ ഒന്ന് നോക്കുക. ഓപ്പൺ ചെയ്ത് ആ റാങ്ക്, സ്കൂളിലെ ലാസ്റ്റ് എടുത്ത റാങ്കും നിങ്ങളെ റാങ്ക് ഒക്കെ നോക്കിയിട്ട് അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലേന്നോ നോക്കുക. ചിലതൊക്കെ നമ്മൾ ആഗ്രഹിക്കും, ചിലതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതെ, അപ്പൊ നിങ്ങൾ അത് അവിടെ കിട്ടില്ല എന്ന് ചോദിച്ച് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നു വേണ്ട. എല്ലാ സ്കൂളിലും ഒരേ എന്താണ് സബ്ജക്റ്റൊക്കെ പഠിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾക്ക് കിട്ടിയ സ്കൂളാണ്. ഇനി ഇവിടെയാണ് പഠിക്കാൻ വിധിയെങ്കിൽ അങ്ങനെ മാനസികം നിങ്ങൾ തയ്യാറാവുക. എടാ, നിഹാൽ സാർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. ലൈക്ക് അടിച്ച് നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക, തുടർന്ന് കാണുക. അതും കൂടി ഇതിനൊരു ഭാഗമാണ്. നിങ്ങൾ മാനസിക തയ്യാറാവുക. ഇതാണ് എൻ്റെ സ്കൂൾ, ഞാൻ ഇനി 2 വർഷം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണ് എന്ന രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറെടുക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളപ്പോൾ ഇപ്പം എല്ലാം ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ ഇടയിൽ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇനി അടുത്തൊരു പരിപാടി, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ മെജോറിറ്റി ആളുകൾ ചോദിച്ചൊരു കാര്യമാണ്, ഈ പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷനാണ് സാറേ കിട്ടിയത്, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. ഒന്നും ചെയ്യാനില്ല മക്കളെ. ട്രാൻസ്ഫർ വരുമ്പോൾ ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. നമുക്ക് ഇനി ഇതൊക്കെ നമ്മൾ വീഡിയോന്റെ ആദ്യം അല്ലെങ്കിൽ നമ്മൾ മുന്നേ ഇതിന് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ് എങ്ങനെ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്കൂളെ അവിടെ കൊടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും മാറാൻ കഴിയില്ല എന്നൊക്കെ അന്നേ പറയുന്നതാണ്. കാണാത്ത ആളോട് നമുക്കൊന്നും പറയാനില്ല, എന്താ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ തൽക്കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി കിട്ടാത്ത കുട്ടികളെ എപ്പോഴും മെജോറിറ്റി ആൾ, ഇപ്പോൾ എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് വരും, ഞാൻ സാർ അവിടെ കിട്ടിയില്ല, സങ്കടമാണ്. സങ്കടപ്പെടേണ്ട, പേടിക്കേണ്ട. മുന്നേ നിങ്ങളോട് ഞാൻ ചീത്ത പറയാമെന്ന് വിചാരിക്കും. ഞാൻ സാർ ഈ അവസ്ഥ ഞങ്ങൾ ചീത്ത പറയല്ല, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചോളി എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പ്ലസ് 10ാം ക്ലാസ് പഠിച്ചോളി പറഞ്ഞിരുന്നു. പഠിച്ച ആളുകളൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മാർക്ക് കുറഞ്ഞവർക്കാണ് പിന്നെ പിറകോട്ടായത്. ഓക്കെ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി, പിന്നെ കിട്ടാത്ത ആളുകൾ ശ്രദ്ധിച്ചോ. ഇനി കിട്ടാത്ത ആളുകൾ, സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്ത ആളുകൾ പ്രധാനമായും ചെയ്യാനുള്ളത് 3rd അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3rd അലോട്ട്മെന്റും കൂടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ സാർ എന്താ ചെയ്യുക. എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ റാങ്കിൽ വലിയ വ്യത്യാസം വരും. കുറേ ആളുകളൊക്കെ അവർ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടും, കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ റാങ്കിലൊക്കെ വലിയ മാറ്റം വരും. അപ്പോൾ 3rd അലോട്ട്മെന്റ് കൂടി നിങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനിയും 3rd അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ അവസരം ഉണ്ടായിരിക്കും. ഓരോ സ്കൂളിലെയും ഒഴിവനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീണ്ടും സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് മാറ്റി ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അതായത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിച്ചൊരു കാര്യം, ഞാൻ ഈ കാര്യം എഡിറ്റ് ചെയ്തത് കൊണ്ടാണോ എനിക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് കിട്ടാത്തത്,
അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ കൊടുത്ത സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ അവിടെ കൊടുക്കുമ്പോൾ അങ്ങനെ ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പുറത്തായി പോകുന്നതാണ്. ഇനിയും സ്കൂളുകൾ ഒരുപാട് സീറ്റ് ഒഴിവുണ്ട്. എന്തായാലും തേർഡ് അലോട്ട്മെന്റ്, ഫോർത്ത് അല്ലെങ്കിൽ സപ്ലിമെന്റ് അലോട്ട്മെന്റ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സീറ്റ് കിട്ടും തന്നെ വിചാരിച്ചിരിക്കാം. ഓക്കെ, ഇനി ആദ്യം സീറ്റ് കിട്ടിയാക്കും, അവസാനം നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാലും ക്ലാസ് ഒക്കെ തുടങ്ങി എല്ലാവർക്കും ഒരേ. അതുകൊണ്ട് ക്ലാസ് കാര്യങ്ങൾ മിസ്സാവും. അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം.